അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം, ഭൗതികമായ ഈ ജീവിതം 100% നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരിടമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറയുന്നത്, ഭൗതിക ജീവിതം എന്ന് പറയുന്നത്, അത് പരീക്ഷണങ്ങളുടെ വേദിയാണ്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആശിക്കുന്നതും നമ്മൾ വിചാരിക്കുന്ന പ്ലാനിങ്ങും ജീവിത രീതിയും ഒക്കെ ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം നടപ്പിലാകുന്നത്. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവർ ആരാണ് എന്ന് ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ സഹാബികളോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഹൽ തദ്റൂന അവ്വല മൻ യുദ്ഖിലുൽ ജന്ന മിൻ ഖൽഖില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഖാലു അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുക. നബി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, ആരാണ് ആദ്യം സുഖാനുഭൂതികളുടെ ലോകമായ ആ സ്വർഗീയ ലോകത്തേക്ക് ആദ്യം കടക്കാൻ ഭാഗ്യം കിട്ടുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഫുഖറാഉൽ മുഹാജിരീൻ, അവർ മുഹാജിറുകളിൽപ്പെട്ട ദരിദ്രരായ ആളുകളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക. വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സുദൂരിഹി ലാ യസ്തതിഉ ലഹാ ഖദാഅൻ, അവർ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഒക്കെ, അവർക്ക് ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പൂർത്തീകരിക്കപ്പെടാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ മുഹാജിറുകളിലെ ഫഖീറുകളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്നതാണ്. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, ഭൗതികമായ കോപ്പുകൾ, അതിൽ അല്ലാഹു വിശ്വാസി അവിശ്വാസി എന്ന മാനദണ്ഡങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതം യഥാർത്ഥത്തിൽ എങ്ങനെയാവണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ മകളുടെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്, അതേപോലെ തന്നെ രോഗങ്ങൾ, നിരവധി രോഗങ്ങൾ ജീവിതത്തിൽ വന്ന് മാറാരോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കടുത്ത സാമ്പത്തികമായ ബാധ്യതകളുള്ള ആളുകളുണ്ട്, കടബാധ്യതകളുള്ള, വീടില്ലാത്തവർ, അതേപോലെ മക്കളുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ ഒക്കെ, ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദുനിയാവ് എന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കും എല്ലാം നൽകും. എന്നാൽ ആഖിറത്ത് എന്നത്, പരലോകം എന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ് പരലോകത്തെ സുഖാനുഭൂതികൾ, അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പരീക്ഷണങ്ങൾ അത് ശിക്ഷയാണോ? അല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അതൊരു പരീക്ഷണമായി അവന് കാണാൻ സാധിക്കണം. ആ പരീക്ഷണങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്, അമ്പിയാക്കൾക്കാണ് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ബലാകൾ ഉണ്ടായിരിക്കുന്നത് പ്രവാചകന്മാർക്കാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാറാരോഗം നമുക്കറിയാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാർ, ഇങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെയാണ് പ്രവാചകന്മാരുടെ ജീവിതം കടന്നുപോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നിൽ ഇവിടെ എത്ര വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മെക്കാൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടവർ അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ വരും. അത് എന്തിനാണ്? അവരുടെ ഈമാനിനെ പരിശോധിക്കാനാണ്. അത് വ്യാജനാണോ അതല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് അള്ളാഹു പരീക്ഷിക്കാൻ ജീവിതത്തിൽ
അവനെ പരീക്ഷണങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇവിടെ നമുക്കറിയാം യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കാറുണ്ട്. സൂറത്ത് യൂസുഫിൽ വിശദമായി നമ്മൾ വായിക്കുന്ന അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ഖസസ് കഥ എന്ന് ഖുർആൻ പറഞ്ഞ യൂസുഫ് നബിയുടെ കഥ നമുക്കറിയാം. യൂസുഫ് നബി ആരാണ്? പിതാവ് പ്രവാചകനാണ്, അതേപോലെ തന്നെ വല്ലിപ്പ പ്രവാചകനാണ്. യഅഖൂബ് അലൈഹിസ്സലാമിന്റെ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാം നബിമാരാണ്. കണ്ണിമുറിയാതെ 4 പ്രവാചകന്മാരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങൾ എത്ര വലിയതാണ്. ഉപ്പയും വല്ലിപ്പയും എല്ലാം നബിമാരായിട്ട് പോലും സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടു. അതേപോലെ തന്നെ അവിടെ നിന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെടേണ്ടി വന്നു. ഔദുവിൽ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കാലങ്ങൾ കിടക്കേണ്ടി വന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം. സൂറത്ത് യൂസുഫിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ. അദ്ദേഹം ഏതാനും വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നു. യൂസുഫ് അലൈഹി സ്വലാമക്ക് ഒരു പ്രവാചകനാണ്, ഒരു പ്രവാചകന്റെ മകനാണ്, അതേപോലെ തന്നെ ഒരു പ്രവാചകന്റെ പേരക്കുട്ടിയാണ് യൂസുഫ് അലൈഹി സ്വലാം. അവിടെ ഇഖ്ലാസിന്റെ പ്രൊട്ടക്ഷൻ, ദീൻ മുറുകെ പിടിച്ചു. എന്നാൽ നിരവധി പരീക്ഷണത്തിലൂടെ കടന്നു പോവേണ്ടി വന്നു. യൗവനത്തിന്റെ ചോരത്തളപ്പിലും ആരും അറിയാത്ത ഒരു അന്യ നാട്ടിൽ വിദേശിയായി കഴിഞ്ഞുകൂടുമ്പോൾ കൊട്ടാരത്തിലെ സുന്ദരിയായ തറവാടിത്തമുള്ള ആ സ്ത്രീ ഇമ്രാത്തുൽ അസീസ്, പ്രഭുവിന്റെ ഭാര്യ, വാതിലുകൾ കൊട്ടിയടച്ച് തിന്മയിലേക്ക് ക്ഷണിച്ചിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം വഴങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈമാനും തഖ്വയും ഇഖ്ലാസും യൂസുഫ് അലൈഹി സ്വലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങളെല്ലാം അഭിമുഖീകരിക്കുമ്പോഴും അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ തഖ്വയായിരുന്നു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി സൂറത്ത് യൂസുഫിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അദ്ദേഹം നമ്മുടെ അടിമകളിലെ ഏറ്റവും നിഷ്കളങ്കനായ, ആത്മാർത്ഥതയുള്ള, സ്വാലിഹായ ഒരു വ്യക്തിയായിരുന്നു, മുഖ്ലിസാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗപൂർണമായ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ്. എന്നാൽ ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാലോ എത്രയെത്ര പരീക്ഷണങ്ങളാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്റെ ജീവിതം പരീക്ഷണങ്ങളുടെ പരമ്പരയായിരുന്നു എന്ന്. ജനനത്തിന് മുമ്പ് തന്നെ പിതാവിനെ കണ്ടിട്ടില്ല, പിതാവ് മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ മാതാവ് ആബിന ബിൻത്ത് വഹബ് മരണപ്പെട്ടു. 8-ാമത്തെ വയസ്സിൽ വല്ലിപ്പ മരണപ്പെട്ടു, അബ്ദുൽ മുത്തലിബ്. പിന്നീട് പ്രവാചകന്റെ ജീവിതം അബൂ ത്വാലിബിന്റെ കൈകളിലൂടെയാണ് പ്രവാചകന്റെ സംരക്ഷണം ഏകിയത്. പ്രവാചകന് നുബുവത്ത് കിട്ടുന്നു. അവിടെ പ്രവാചകൻ ഖുറൈശികളാൽ ബഹിഷ്കരിക്കപ്പെടുന്നു. ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷം പ്രവാചകൻ ഉപരോധത്തിൽ ഏർപ്പെടുത്തപ്പെട്ടു എന്നാണ്. അവിടെയാണ് ചരിത്രം പറയുന്നത്, സഹാബികൾ പറയുന്നത്, പച്ചിലകൾ തിന്ന് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ പ്രവാചകനും സഹാബത്തും അത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എന്നാണ്. എന്തുകൊണ്ട് പ്രവാചകന് പരീക്ഷണം? അത് ശിക്ഷയാണോ? അല്ല, പ്രവാചകന്മാർക്കാണ് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ അല്ലാഹു അനുഭവിപ്പിച്ചത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും താങ്ങായി നിന്നിരുന്നവരുടെ മരണങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായി. 50-ാമത്തെ വയസ്സിലാണ് തന്റെ ഏറ്റവും പ്രിയതമയായ താങ്ങായിരുന്ന, തണലായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, അബൂ ത്വാലിബിന്റെ വേർപാട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പറയപ്പെടുന്ന ഒരു വർഷം, രണ്ടും ഒരു വർഷമാണ് നടന്നത്. ദുഃഖവർഷം. സ്വന്തം ജന്മനാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വന്തം നാട്ടുകാർ വാട്ടിപ്പുറത്താക്കുകയാണ്. ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തുന്നു. ബദർ, ഉഹുദ്, ഖന്തക് യുദ്ധങ്ങൾ, അങ്ങനെ നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് പ്രവാചകന്റെ ജീവിതം നമ്മൾ വായിക്കുന്നത്. 7 മക്കളിൽ 6 പേരുടെയും മരണം, വഫാത്ത് പ്രവാചകൻ ജീവിതകാലത്ത് പ്രവാചകന് കാണേണ്ടി വന്നു. പല ഭാര്യമാരുടെയും വേർപാടുകൾ പ്രവാചകൻ കാണേണ്ടി വന്നു. അതുകൊണ്ടാണ് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിക്കുന്നവർ ആരാണ്? അതിന്റെ ഉത്തരമാണ് നബി നൽകിയത്, അൽ അംബിയാ, അത് നബിമാരാണ് ഏറ്റവും അധികം ലോകത്ത് പരീക്ഷണം ഉണ്ടാവുക. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നീട് അവരെ പോലുള്ളവർ, അതിനോട് കിടപിടിക്കുന്ന, അതിന്റെ കൂടെ നിൽക്കുന്ന ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും ദീന് കൊണ്ടും മുറുകെ പിടിച്ച ആളുകൾക്കാണ് പിന്നെ നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും അധികം പരീക്ഷ ഉണ്ടാകുക.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി ഫൈൻ കാന ദീനുഹു സുൽബൻ ഇസ്തദ്ദ ബലാഉഹു. ഒരാൾ ദീൻ എത്ര കണ്ട് മുറുകെ പിടിക്കുന്നോ അതിനനുസരിച്ച് അവന് പരീക്ഷണത്തിന്റെ കടുപ്പം കൂടും. എന്നിട്ടോ വഇൻ കാന ഫീ ദീനിഹി റിഖത്തുൻ ഇബ്തല അലാ ഹസബി ദീനിഹി, ദീനിൽ ഒരു അയവും ഇളവൊക്കെ വരുത്തി അങ്ങനെ ഒരു രൂപത്തിൽ ലിബറലായി നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരീക്ഷണങ്ങൾക്ക് ഒരു കുറവ് അവൻ അനുഭവപ്പെടുന്ന അവന് ഫീൽ ചെയ്യും. അപ്പൊ ദീൻ എത്ര കണ്ട് മുറുകെ പിടിക്കുന്നോ അതിനനുസരിച്ച് ഒരാളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെ വിധിയിലുള്ള വിശ്വാസവും സമാധാനവുമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ പഠിച്ചവൻ എന്നെ പരീക്ഷിച്ച് കളഞ്ഞല്ലോ, ഇങ്ങനെ ആയല്ലോ എന്റെ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് മൈൻഡ് അല്ല, പിന്നെ അവനൊരു പോസിറ്റീവ് മൈൻഡാണ്. കാരണം എന്താണ്? അള്ളാഹു എന്നെ കൂടുതൽ പരീക്ഷിക്കുന്നത് ഒരുപക്ഷെ ദീൻ കൂടുതൽ മുറുകെ പിടിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നെ പരീക്ഷിക്കുന്നത്. അതേപോലെ ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. ഒരു മാറാ രോഗമായിരിക്കാം, ആ രോഗത്തിലൂടെ എന്തൊക്കെ ഹൈറുകളുണ്ട്, എന്റെ നിലപാട് എന്തായിരിക്കാം എന്ന് നോക്കാനായിരിക്കാം അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ ശിക്ഷയല്ല, വിശ്വാസിയുടെ ഈമാൻ അളക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്തു അൻകബൂത്തിലെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്. സൂറത്തു അൻകബൂത്തിലെ തുടക്ക ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, അഹസിബന്നാസു അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുകയാണോ അവരെ വെറുതെ വിട്ടുകളയുമെന്ന്, ഉപേക്ഷിച്ച് കളയുമെന്ന്. അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വെറുതെ അങ്ങ് വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ അവരെ വിടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണത്? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, ആരാണ് സത്യം പറഞ്ഞവർ എന്ന് അല്ലാഹു അറിയുക തന്നെ ചെയ്യും, കള്ളം പറയുന്നവരെയും അല്ലാഹു തിരിച്ചറിയും. എങ്ങനെയാണ്? പരീക്ഷണത്തിൽ ഇത് രണ്ടും അല്ലാഹുവിന് മനസ്സിലാകും. മക്കളില്ലാതെ ഒരാളെ പരീക്ഷിച്ചു, രണ്ടുപേരുടെ നിലപാട് എന്താണ്? ഒരാൾ അതിൽ ക്ഷമിച്ചു, ഇത് അള്ളാന്റെ പരീക്ഷണമാണ്. മാറാ രോഗമാണ്, അള്ളാന്റെ പരീക്ഷണമാണ്, അതിൽ ക്ഷമിച്ചു, ഇത് വിധിയാണ്, പടച്ചവനോട് തേടി. വേറൊരാളോ ഈ പരീക്ഷണത്തിൽ അക്ഷമനായി, മക്കളില്ല, വേറെ പലരും പറഞ്ഞു പല കേന്ദ്രങ്ങളിലേക്കും പോകാം, ഇന്നടുത്ത് പോയാൽ കിട്ടും, അല്ലല്ലാത്തവരിലേക്ക് അഭയം തേടി. അല്ലെ അല്ല എന്നെ മാത്രം എന്താണ് പരീക്ഷിക്കുന്നത്, ഇതൊരു ക്രൂരമായ വിധിയാണ് എന്നൊക്കെയുള്ള തെറ്റായ പരാമർശങ്ങൾ നടത്തി അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ച ഒരു വിധിയിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചിലർ. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വിധിയിലുള്ള വിശ്വാസവും അതിലുള്ള ഒരു സമാധാനവും നമുക്ക് നൽകുന്നത് വലിയ മാനസികമായ ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഈമാനിൽ, അർക്കാനുൽ ഈമാനിലെ 6ാമത്തെ പോയിന്റ് വിധിയിലുള്ള വിശ്വാസം. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. നീ നൽകിയത് തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. നീ തടഞ്ഞതിനെ നൽകാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. കോടാനുകോടി മനുഷ്യരെല്ലാം ഒന്നിച്ചു തീർന്നു. നമുക്ക് വന്നൊരു വിപത്ത് തടയാൻ അവർ ശ്രമിച്ചാൽ അവർക്ക് കഴിയില്ല. അല്ല തീരുമാനിച്ചത് ഇവിടെ നടക്കുള്ളൂ. അല്ല നൽകാൻ വിചാരിച്ചത് തടയാൻ ആർക്കും പറ്റും? ആർക്കും കഴിയില്ല. ഇത് നമ്മൾ ഫർള് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയത് തടയാൻ ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാൻ ഒരാളുമില്ല എന്ന നമ്മുടെ വിധിയിലുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവങ്ങളിലൂടെ ഖൈർ ഉദ്ദേശിച്ചേക്കാം എന്നാണ്. നമുക്ക് ഹദീസുകളിൽ സ്വഹീഹ് ബുഖാരിയുടെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഒരാളിലെ ഖൈർ ഉദ്ദേശിച്ചാൽ യുസ്ബുഹു മിൻഹു, ചില പരീക്ഷണങ്ങൾ അവനെ ബാധിപ്പിക്കുന്നതാണ്. അതിലൂടെ അവനെ ഖൈറുകൾ വരുത്താൻ അല്ലാഹു ഉദ്ദേശിക്കും. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം ജീവിതത്തിൽ അനുഭവിച്ച വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. യഥാർത്ഥത്തിൽ മാനസികമായ വലിയൊരു പ്രതിസന്ധി, മാസങ്ങൾ കടന്നുപോയ പ്രതിസന്ധിയായിരുന്നു. വ്യഭിചാര ആരോപണം, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നാട് മുഴുവൻ മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയി. മുനാഫിഖുകൾ അബ്ദുല്ലാഹി ഇബ്നു സബൈന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ സഫ്വാൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു സഹാബിയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണങ്ങൾ നാടുനീളെ അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ച് പ്രവാചകൻ പോലും ആ രൂപത്തിൽ തൗബ ചെയ്യാൻ പറഞ്ഞ സമയം
ആ കണ്ണുനീർ വറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ വാക്കുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തു പറഞ്ഞത്. സൂറത്ത് യൂസുഫിലെ 18-ാമത്തെ ആയത്ത് ഫസബറുൻ ജമീൽ, ഏറ്റവും മനോഹരമായ സുന്ദരമായ സബർ, ക്ഷമ അവലംബിക്കുക. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, അവർ ആരോപിക്കുന്നതിൽ നിന്നെല്ലാം എനിക്ക് അഭയം തേടാനുള്ളത്, രക്ഷ ചോദിക്കാനുള്ളത് അള്ളാഹുവിൽ മാത്രമാണ്. എനിക്ക് അഭയം ചോദിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് ഇറക്കി വെക്കാനുള്ളത് അള്ളാഹുവിലേക്കാണ്. അവിടെ അദൃശ്യമായ ചില നന്മകൾ നമുക്ക് ഒരുപക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന നമ്മൾ ഷർറാണെന്ന് കരുതും, ഇത് നമുക്ക് പ്രശ്നമാണെന്ന് കരുതും. പക്ഷെ അതിൽ ചില ഖൈറുകൾ ഒളിഞ്ഞിരിക്കാം. സൂറത്തുൽ ബഖറയിൽ 216 നിങ്ങൾക്ക് ഒരുപക്ഷെ ഷർറാണെന്ന്, ദോഷകരമാണെന്ന്, വെറുപ്പാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഖൈറായിരിക്കാം. നിങ്ങൾക്ക് നന്മയാണെന്ന് കരുതുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ഷർറായിരിക്കാം. വല്ലാഹു യഅലം, അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നവൻ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിൽ, വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമിയും ഖിദ്ർ അലൈഹി ഇസ്ലാമിയും അവര് രണ്ടുപേരും പോകുന്ന യാത്രക്കിടയിൽ പല സംഭവങ്ങൾ കണ്ട 3 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. കപ്പൽ ഓട്ടയുണ്ടാക്കിയതും അതേപോലെ ഒരു കുട്ടിയെ വധിച്ചു കളഞ്ഞതും ഒക്കെയായി ബന്ധപ്പെട്ടത്. പക്ഷെ അതിൽ പുറമെ തിന്മയായി കാണാമെങ്കിലും അതിന്റെ അപ്പുറത്ത് അതിന് ചില ഖൈറുകൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആ ചരിത്രത്തിന്റെ അവസാനം. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് തലത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്, ആ കാര്യത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിൽ അവലംബിക്കുക. മറ്റ് പടപ്പുകളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, അതിൽ അവലംബിക്കാനില്ല. ആ നിലക്ക് ക്ഷമ കൈക്കൊണ്ട് അതിൽ മുന്നോട്ട് പോയാൽ അതിൽ വലിയ ഖൈർ. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമക്ക് അള്ളാഹു ഇത്ര എന്നുള്ള കൂലി വെച്ചില്ല. ഖുർആൻ ഓതുന്നതിന് ഇത്ര, ഹർഫിന് ഇത്ര എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ക്ഷമിക്കുന്നതിലൂടെ അയാൾക്ക് കിട്ടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും അതിൽ അള്ളാഹുവിൽ അഭയം തേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണങ്ങളെ നേരിടാൻ 5 വഴികൾ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ അവൻ ഡിപ്രഷനാവുകയോ തളർന്നു പോവുകയോ മാനസികമായി തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. അത് ചെയ്യുന്നത് ഈ പടച്ചവനെ പറ്റിയുള്ള വിശ്വാസമില്ലാത്തവരാണ് പലപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടു പോകുന്നത്. ഇനി വഴികളൊന്നുമില്ല എന്ന് നിരാശപ്പെടുന്നത് ആ ദീനീ ബോധവും അള്ളാഹിനെ പറ്റിയുള്ള കാഴ്ചപ്പാടും പരലോക വിശ്വാസവും യഥാർത്ഥ വിശ്വാസവും ഉൾക്കൊള്ളാത്തവരിലാണ് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നതും ജീവിതം മടുത്തു എന്ന് തോന്നുന്നതൊക്കെ അത്തരം ദീനിന്റെ കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് ചില ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ഇതിനെ അതിജയിക്കാൻ കഴിയും. അതിലൊന്ന്, പെട്ടെന്നുള്ള വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദിക്ർ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇത് സലാസ മർറാത്തിൻ, ആരെങ്കിലും 3 തവണ പറഞ്ഞാൽ ലം തുസിബുഹു ഫജ്അതൻ ബലാഇൻ ഹത്താ യുസ്ബിഹ്, വൈകുന്നേരമാണ് അവന് പറയുന്നതെങ്കിൽ പ്രഭാതം വരെ പെട്ടെന്നുള്ള വിപത്തുകളിൽ നിന്ന്
അവന് സംരക്ഷണമാണ്, വിപത്തുകൾ അവന് ബാധിക്കുകയില്ല എന്നാണ്. ഒമൻ ഖാലഹ ഹീന യുസ്ബിഹ്, ഇനി ഒരാൾ പ്രഭാതത്തിലാണ് സലാസ മർറാത്ത് ഇത് പറഞ്ഞതെങ്കിൽ ലം തുസിബുഹു ഫജ്അതൻ ബലാഇൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അവനൊരു ബലാ, ഒരു മുസീബത്ത് അവന് സംഭവിക്കുകയില്ല. ഒരു പണ്ഡിതൻ പ്രവാചകന്റെ ഈ ഹദീസ് ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് ഒരൽപ്പം തളർവാദം വന്നിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾ അദ്ദേഹത്തിന്റെ കൈയിലേക്ക് ഇങ്ങനെ നോക്കി, ഈ ഹദീസിൽ എന്താണ് പറയുന്നത്, ഒരു വിപത്തും ബാധിക്കുകയില്ല. അപ്പൊ ഇദ്ദേഹം ഇത് ചൊല്ലാറില്ലേ? അപ്പൊ അദ്ദേഹം ആ നോട്ടത്തിൽ നിന്നൊരു ചോദ്യമായി അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ കളവ് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് പറഞ്ഞു തന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കളവ് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എന്നാണോ ചൊല്ലാൻ മറന്നത് അന്നാണ് എനിക്ക് ഈ മുസീബത്ത് ബാധിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ദിക്റുകളിലുള്ള വിശ്വാസം അത്രമേൽ രൂഢമൂലമായിരുന്നു. ഇത് ചൊല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ വിശ്വാസവും പ്രവാചകൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് നമുക്ക് ചൊല്ലുമ്പോൾ നമുക്ക് ഈ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത്, കഠിനമായ ദുഃഖങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടാൻ യൂനുസ് നബി അലൈഹിസ്സലാം നടത്തിയ ഒരു ദുആ. ഫീ ദുലുമാത്തിൻ എന്ന് പറഞ്ഞല്ലോ, ഇരുട്ടറകൾക്കുള്ളിൽ, അതായത് രാത്രിയാകുന്ന ഇരുട്ട്, കടലാകുന്ന ഇരുട്ട്, ആഴക്കടലാകുന്ന ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, ഇങ്ങനെ വ്യത്യസ്ത ഇരുട്ടറകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹിസ്സലാം വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. എന്തിനായിരുന്നു? അവിടെ നീനവക്കാർക്ക് ദാവത്ത് നടത്തി ആരും സ്വീകരിക്കാതെ പോയപ്പോൾ മനമെടുത്ത് കപ്പൽ കയറിയതാണ്. പക്ഷെ കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്തത്. ആ പ്രതിസന്ധിയിൽ യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ വാലിമുകളിൽ പെട്ടുപോയിരിക്കുന്നു. ഇതാണ് യൂനുസ് നബി പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മഹുല്ല പറയാണ്, ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ വിശ്വാസികൾ കഠിനമായ പ്രയാസങ്ങളിൽ അകപ്പെടുകയും തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഈ പ്രാർത്ഥനയോടെ അള്ളാഹുവെ വിളിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെ രക്ഷിക്കുമെന്നാണ്. ഈ പ്രാർത്ഥന നമുക്ക് ബാധിച്ച ഈ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിൽ നമുക്ക് ആ ദുഃഖങ്ങൾ പറഞ്ഞ് ഈ യൂനുസ് നബി നടത്തിയ ഈ വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ രക്ഷിക്കും. ഇബ്നു കസീർ റഹിമഹുല്ല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നബി കാവൽ തേടുമായിരുന്നു. ജഹ്ദൽ ബലാ, കഠിനമായ പരീക്ഷണങ്ങൾ, അതേപോലെ തറക്കിൽ ശഖാ, ദൗർഭാഗ്യങ്ങൾ വന്നെത്തൽ, അതേപോലെ സൂഇൽ ഖലാ, മോശമായ അവസ്ഥകൾ, അതേപോലെ ശമാത്തത്തിൽ അദാ, ശത്രുക്കൾ പരിഹസിക്കുന്നത്. ഇത് സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഇതിൽ നിന്നൊക്കെ നബി രക്ഷ തേടിയിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന, വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്ക് ചില പ്രൊട്ടക്ഷനുകൾ നൽകപ്പെടുന്നതാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറർ റജുൽ മിൻ ബൈതിഹി, ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, ഫഖാല, അപ്പോൾ അവൻ പറഞ്ഞു, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിൽ ഞാൻ എല്ലാം ബരമേൽപ്പിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. ഇത് പറഞ്ഞു ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഖാലു ഹീനയിദിൻ, ആ സമയത്ത് പറയപ്പെടുന്നതാണ്. ആരാണ് പറയുന്നത്? ശൈത്വാൻ പറയാണ്, ഹുദീത വകുഫീത വബുഖീത, അവൻ സന്മാർഗത്തിലാക്കപ്പെട്ടു, അവന് മതിയാക്കപ്പെട്ടു, അവൻ ഒരു കോട്ടക്കുള്ളിൽ, സംരക്ഷണത്തിൽ, പ്രൊട്ടക്ഷനിലാക്കപ്പെട്ടു എന്നെന്ത് ചെയ്യും? പിശാചുക്കൾ പരസ്പരം പറയുമെന്നാണ്. ഒരാള് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വീട്ടിൽ നിന്ന് ഈ ദിക്റ് ചൊല്ലി ഇറങ്ങിയവനെ പിശാചിന് പോലും തൊടാൻ കഴിയില്ല. അവന് സംരക്ഷണം ഒരു കോട്ടക്കുള്ളിലാണ്, കവചത്തിനുള്ളിലാണ് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊന്ന്, രാവിലെയും വൈകുന്നേരവും ആഫിയത്ത് ചോദിക്കൽ. നമ്മൾ രാവിലെയും വൈകുന്നേരം പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന സ്വഹാബികൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ ഹൗലായി ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്, പ്രവാചകൻ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ഒഴിവാക്കുമായിരുന്നില്ല, ഉപേക്ഷിക്കുമായിരുന്നില്ല. എന്താണ് ഈ ദിക്ർ? നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്, നമ്മൾ അറിയാത്തവർ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദീനി
വദുനിയായ വാഹിലി വമാലി അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വആമിൻ റവാഅത്തി അല്ലാഹുമ്മ ഹഫ്ളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅലമതിക അൻ ഉഗ്താല മിൻ തഹ്തി. വളരെ ആശയസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ആഫിയത്ത് ചോദിക്കുന്നു ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഫ്വ് വിട്ടുവീഴ്ചയും ആഫിയത്തും ചോദിക്കുന്നു എന്റെ ദീനിലും ദുനിയാവിലും. അതേപോലെ വാഹ്ലി വമാലി, എന്റെ സമ്പത്തിലും എന്റെ കുടുംബത്തിലും. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി, അല്ലാഹു എന്റെ ന്യൂനതകളെ നീ മറച്ചു വെക്കണേ. വാമിൻ റവാഅത്തി, അതേപോലെ പേടികളിൽ നിന്ന് നിർഭയത്വം നൽകണേ. അല്ലാഹുമ്മ ഹഫ്ളിനി മിൻ ബൈനി യദയ്യ, അല്ലാഹു എന്നെ നീ സംരക്ഷിക്കണേ, പ്രൊട്ടക്ട് ചെയ്യണേ. മിൻ ബൈനി യദയ്യ, എന്റെ മുന്നിൽ നിന്ന്. വമിൻ ഖൽഫി, എന്റെ പിറകിൽ നിന്ന്. വഅൻ യമീനി, എന്റെ വലത്ത്. വഅൻ ശിമാലി, എന്റെ ഇടത് ഭാഗത്ത്. വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്ന്. വഅഊദു ബിഅലമതിക അൻ ഉഗ്താല മിൻ തഹ്തി, താഴ്ഭാഗത്തു നിന്ന് വരുന്ന എല്ലാത്തിൽ നിന്നും കുറച്ചൊന്നും എന്നെ കാക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകളും ദുആകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. നന്മയായാലും തിന്മയായാലും അള്ളാഹു വിധിച്ചതേ വരൂ എന്ന ദൃഢവിശ്വാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു ഞെരുക്കത്തിന് 2 എളുപ്പങ്ങളുണ്ട് എന്നാണ് നമുക്കറിയാവുന്ന സൂറത്തുൽ ശറഹിൽ ആയത്താണ്, ആവർത്തിച്ചു വന്ന ആയത്താണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന ആയത്ത്. ഒരു ഞെരുക്കം ഉണ്ടായാൽ അതിനപ്പുറത്ത് അവന് 2 എളുപ്പങ്ങൾ അവനെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നന്ദിയുള്ളവരാവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിശപ്പ് കാരണം സ്വഹാബത്തും രാത്രി ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം റസൂല് രാത്രി പുറത്തിറങ്ങി നടക്കുകയാണ്. അവിടെ അബുൽ ഹൈസമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ നബി ഓർമ്മിപ്പിച്ചത്, ദുനിയാവിൽ ഈ അനുഗ്രഹത്തെ പറ്റി പോലും നിങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കപ്പെടും. ഈ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. രാത്രി വിശന്ന് ഒരു ഭക്ഷണം കിട്ടാൻ ഇറങ്ങിയതാണ്. അവിടെ കിട്ടിയ ഭക്ഷണത്തിന്റെ പേരിൽ പോലും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് മുസീബത്തിലും ക്ഷമിച്ചാൽ നമുക്ക് കിട്ടാനുള്ളത് വലിയ നേട്ടങ്ങളാണ്, പരലോകത്ത് കിട്ടാനുള്ളത്. മകന്റെ മരണത്തിൽ, ചെറിയ കുട്ടികളുടെ മരണത്തിൽ ക്ഷമിച്ച് ആ വിധിയിൽ സഹിച്ച് ഒരാൾ അൽഹംദുലില്ലാഹ് എന്നും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അവന് സ്വർഗ്ഗത്തിൽ ഒരുക്കപ്പെടുന്നത് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന ഭവനമാണ് അവനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനമായി സൂചിപ്പിക്കേണ്ട, ഏത് പരീക്ഷണ ഘട്ടത്തിലും, എന്ത് ആഗ്രഹ സഫലീകരണത്തിലും റഹ്മാനായ റബ്ബിനെ വിട്ട് ഒരു പടപ്പിലും മൺമറഞ്ഞു പോയ ഏത് മഹാന്മാർക്കും, അമ്പിയാക്കൾക്കും, സ്വാലിഹീങ്ങൾക്കും, ഔലിയാക്കൾക്കും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിയില്ല. കേട്ടാൽ തന്നെ ഉത്തരം തരാൻ കഴിയില്ല. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർക്ക് ഉത്തരം നൽകാനേ കഴിയില്ല. അവർ ദുർബലരാണ്. ഒരു ഈച്ച തട്ടിയെടുക്കുന്ന ആ എത്ര ഉണ്ടാകും, അത് തിരിച്ചു പിടിക്കാനോ ഒരു ഈച്ചയെ പടക്കാനോ കഴിവില്ലാത്ത അത്രയും ദുർബലരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ ലോകത്ത് ആരാധിക്കപ്പെടുന്ന, സഹായം അഭ്യർത്ഥിക്കപ്പെടുന്ന, ഈ നിലക്കുള്ള ചോദിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള സൃഷ്ടികളുടെ അവസ്ഥ. അവർ ദുർബലരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ജീവിതത്തിന്റെ അവസാന സമയം വരെ അള്ളാഹുവിൽ അഭയം തേടി ആ തൗഹീദിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ സമീർ സാഹിബിന്റെ ഉപ്പ വീണ് പ്രയാസകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിരുന്നു. ഒരു സർജറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു ആ സഹോദരന്, ആ ഉപ്പാക്ക് എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ മറ്റു രോഗികൾക്കെല്ലാം അള്ളാഹു ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് കടബാധ്യതകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.